കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി ഡിഷ് ഉണ്ടാക്കണമെന്ന് കണ്ടാലോ? മുളപ്പിച്ച റാഗിപ്പൊടി, കാഷ്യൂനട്ട്സ്, ബദാം പോലെയുള്ള നട്ട്സ്, പനങ്കൽക്കണ്ടം, പാല് ഇവയൊക്കെയാണ് വേണ്ടത്. പനങ്കൽക്കണ്ടം നട്ട്സും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി റാഗിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് നന്നായി ഇളക്കുക. അതിനുശേഷം അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പനങ്കൽക്കണ്ടം ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ ഒന്ന് കുറുകിയ സ്റ്റേജ് എത്തുമ്പോൾ പാല് ചേർക്കാം. നല്ല തിള വന്ന ശേഷം വാങ്ങി വെക്കാം. ഇനി നേരത്തെ ചതച്ചു വെച്ച നട്ട്സ് ഇതിലേക്ക് ചേർക്കാം. ഇതിനെ നമുക്ക് റാഗി കഞ്ഞിയെന്നോ റാഗി കുറുക്കെന്നൊക്കെ വിളിക്കാം. നമുക്കറിയാം, മുളപ്പിച്ച റാഗിപ്പൊടിയിൽ കാൽസ്യം, അയൺ, ഫൈബർ, പ്രോട്ടീൻ തുടങ്ങി വൈറ്റമിൻ ഡി വരെയുണ്ട്. സോ ഇത് വളരെ ഹെൽത്തിയാണ്. മധുരം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പക്ഷേ ചേർക്കുകയാണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കരുത്, പനങ്കൽക്കണ്ടം മാത്രം യൂസ് ചെയ്യുക. മുളപ്പിച്ച റാഗിപ്പൊടിക്കൊപ്പം പാലും നട്ട്സും ഒക്കെ ചേരുന്നതുകൊണ്ട് ഇതൊരു സൂപ്പർ ഹെൽത്തി ഫുഡായി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാട്ടോ. ഇനി ഇതിന് വേണ്ട മുളപ്പിച്ച റാഗിപ്പൊടി വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഏറ്റവും വൃത്തിയിലും ശാസ്ത്രീയമായും തയ്യാറാക്കുന്ന സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് രസിയുടേത്. പനങ്കൽക്കണ്ടവും ഇവിടെയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കുന്നങ്കായപ്പൊടി, നേന്ത്രക്കായപ്പൊടി തുടങ്ങിയവയും രസിയിൽ നിന്ന് വാങ്ങാം. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ.